സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ വചനത്തിൽ ചില വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വമാതു വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്നുള്ള ആ ഒരു ഖൈദ്, ആ ഒരു അനുബന്ധം നമ്മോട് പറയുന്നത് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ലഅനത്ത് അത് കുഫറിലായിരിക്കെ മരണപ്പെട്ടവർക്കാണ്. ഈ ആയത്തിൻ്റെ മൻതൂഖ് നേരിട്ടുള്ള ഭാഷ്യമാണത്. അപ്പോൾ ഇതിൻ്റെ മഫ്ഹൂം അല്ലെങ്കിൽ മഫ്ഹൂമുൽ മുഖാലഫ, ഈ ആയത്ത് നേരിട്ടല്ലെങ്കിലും നമ്മോട് പറയുന്ന വിഷയം അതെന്താണ്? കുഫറിലല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് ഇപ്പറയപ്പെട്ട ലഅനത്തും അതിനെ തുടർന്നുള്ള ശിക്ഷയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവൻ ആരായാലും അവർക്ക് സർവനാശവും നരകശിക്ഷയും ഒന്നും തീർപ്പാക്കാനും വിധിക്കാനും ഒരാൾക്കും അവകാശമില്ല. വമാതു വഹും കുഫാർ എന്നുള്ളത് അറിയിക്കുന്നത് ഏതൊരാളുടെയും അന്ത്യം അതെങ്ങനെ എന്നതനുസരിച്ചാണ് അയാളുടെ രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുക. അയാൾ സ്വർഗാർഹനാണോ നരകാർഹനാണോ എന്നത് തീർപ്പാക്കപ്പെടുക. ഇന്നമൽ അമാലു ബിൽ ഖവാത്തീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ ഒരാളുടെ ആദർശമെന്ത്, കർമ്മമെന്ത്, അതിനനുസരിച്ചാണ് അയാളുടെ അമലുകളുടെ സ്വീകാര്യതയും തിരസ്കാരവും. ചില വ്യക്തികൾ കുഫറിലും ശിർക്കിലും ഒക്കെ കാലം കഴിക്കുന്നവരായിരിക്കും. അയാളുടെ പുരുഷായുസ് മുഴുവൻ ആ നിലക്ക് തുടർന്നതിനാൽ ചിലപ്പോൾ ആളുകൾ അയാൾ നരകക്കാരനാണ് അല്ലെങ്കിൽ ശിക്ഷാർഹനാണെന്ന് വിധിക്കും. അങ്ങനെ വിധിക്കാൻ പാടുള്ളതല്ല, അത് ശരിയുമല്ല. എന്തുകൊണ്ട്? അയാളുടെ മരണം ആ സമയം അയാൾ എങ്ങനെ എന്നുള്ളതാണ് അടിസ്ഥാനവും മാനദണ്ഡവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി ഒരു യുദ്ധമുഖത്ത് വരുന്നുണ്ട്. യുദ്ധവേഷത്തിലാണ് അയാൾ വന്നത്. അൻസാരികളിൽപ്പെട്ട ബനു നബീത്ത് എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു മെമ്പറായിരുന്നു അയാൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ ആവശ്യപ്പെടുന്നത്, യാ റസൂലല്ലാഹ് ഉഖാതിലു ഔ ഉസ്ലിം, തിരുദൂതരെ ഞാൻ യുദ്ധം ചെയ്യട്ടെ, അതല്ല ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം സുമ്മ ഖാതിൽ, താങ്കൾ ഇസ്ലാം ആശ്ലേഷിക്കൂ എന്നിട്ട് യുദ്ധം ചെയ്യൂ. അപ്പോൾ ആ വന്ന വ്യക്തി മുസ്ലിമല്ല, അമുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക അബ്ദുഹു വ റസൂലുഹു എന്ന് കലിമ ചൊല്ലി മുസ്ലിമായി. എന്നിട്ട് ഹദീസിൽ കാണാം സുമ്മ തഖദ്ദമ ഫഖാതല ഹത്താ ഖുതിൽ, അദ്ദേഹം പോർക്കളത്തിലേക്ക് മുന്നിട്ടു, പോരാടി, അയാൾ കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുബന്ധം പറഞ്ഞത് അമില ഹാദാ യസീറൻ വ ഉജിറ കസീറൻ എന്നാണ്. ഈ മനുഷ്യൻ വളരെ കുറച്ച് കർമ്മമാണ് ചെയ്തത്, പക്ഷെ വലിയ കൂലിയാണ് അയാൾ നേടിയത്. നോക്കൂ നിങ്ങൾ, മരണത്തോടടുക്കുന്നവരേക്കും അയാൾ കുഫറിലായിരുന്നു, പക്ഷേ അയാൾ മരണം വരിക്കുമ്പോൾ ഇസ്ലാമിലാണ്. അയാൾക്ക് വലിയ പ്രതിഫലം നൽകപ്പെട്ടു, അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു അനുബന്ധം വമാതു എന്നതിനെ തുടർന്ന് വഹും കുഫാർ എന്നുള്ള അനുബന്ധം അത് പ്രത്യേകം വായിക്കേണ്ടതാണ്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.